بسم الله الرحمن الرحيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ വെച്ച് വെള്ളം അണപൊട്ടി ഒഴുകിയത് നിരവധി നേതാക്കന്മാരുടെ മുമ്പിൽ ആവർത്തിച്ച് സംഭവിച്ചിട്ടുണ്ട്. എത്രയോ സനദുകളിൽ കൂടി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഖത്ഇയ്യായ ഇൽമു കിട്ടുന്നു, മുത്തവാത്തിർ പോലെ അറിയപ്പെടുന്നു ഈ സംഭവം. ഖുർത്തുബി ഇമാം പറയുന്നു അത്രയും ഖത്ഇയ്യായ ഒരു സംഭവമാണിത്. റവാഹു സിഖാത്തു, അതിനെ റിവായത്ത് ചെയ്തു എണ്ണം പറയാൻ സാധിക്കാത്ത ആൾക്കാർ, സഹാബത്ത്. അധികം ആൾക്കാരുടെ സങ്കേതത്തിൽ വെച്ചല്ലേ ഇത് നടക്കുന്നു. ഒരാളെ തൊട്ടും ഒരു ഇൻകാർ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തിൽപ്പെട്ട ഒരു ഖത്ഇയ്യായ മുഅ്ജിസത്താണ്, അല്ല ഖാദിയ്യ എന്ന് പറഞ്ഞത്. വലാ യുൻകിറു അഹദു മിനൻ നാസി മിമ്മൻ നദറ തിൽക്കൽ വഖഅ, ഈ സംഭവത്തിൽ പങ്കെടുത്ത ഒരാളും തന്നെ നിഷേധിച്ചിട്ടില്ല. മാ ഹദ്ദസൂ ബിഹി, ഈ പറഞ്ഞ ഹദീസിനെ. ഫസാറ കതസ്ദീഖി ജമീഇഹിം ലഹു, എല്ലാവരും ശരിവച്ചിരിക്കുന്നു എന്നല്ല അർത്ഥം. ഫയകൂനു ഇജ്മാഅൻ സുകൂതിയ്യം മിൻഹും, അതുകൊണ്ട് തന്നെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ കൂടി വെള്ളം ഒലിച്ച സംഭവം എന്താണ്? സുകൂതിയ്യായ ഇജ്മാ തന്നെയാണ്. ശറഹു ശിഫ, മുല്ലാ അലി അൽ ഖാരിയുടെ ശറഹു ശിഫയിൽ പറയും അനിഷേധ്യം. ഹദീസ് നബിയിൽ മായി ബി തുർഖിൻ കസീറത്തിൻ അൻ അനസിൻ റളിയല്ലാഹു അൻഹു, വെള്ളം ഉറവ് വന്ന സംഭവം എത്രയോ തരീഖുകളിൽ കൂടി അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് വന്നിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും. അതുപോലെ ബുഖാരി മുസ്ലിം അല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളിൽ 5 തരീഖിൽ കൂടെ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് 4 വഴിയിൽ കൂടി വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ബുഖാരിയിലും തുർമുദിയിലും വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ തൊട്ട് അത് അഹ്മദ് ബിൻ ഹംബൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. തബറാനി റിവായത്ത് ചെയ്തിട്ടുണ്ട് 2 തരീഖിൽ കൂടി. അബൂ ലൈല എന്നവരെ തൊട്ട് റിവായത്ത് വന്നിട്ടുണ്ട് തബറാനിയിൽ. ചുരുക്കം പറഞ്ഞാൽ ഈ സംഭവം അനിഷേധ്യമാണ്, ഖത്ഇയ്യാണ്, മുത്തവാത്തിറാണ് എന്നാണ് ഇപ്പം പറയും. മനസ്സിലായില്ലേ? മാലിക് റളിയല്ലാഹു തആല അൻ നുഐം ഇബ്നു അബ്ദില്ലാഹി, നുഐം ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് അൽ മുജ്മിരി എന്ന് വായിക്കാം. അജ്മറയിൽ നിന്ന് പിടിച്ചിട്ട്, ജമ്മറയിൽ നിന്ന് പിടിച്ചിട്ട് അൽ മുജമ്മിരി എന്നും വായിക്കാം. അജ്മറ എന്ന ഫീലിൽ നിന്ന് പിടിച്ചാൽ അജ്മറ യുജ്മിറു, ഇസ്മ ഫായിൽ എന്താകും? മുജ്മിർ. ജമ്മറയിൽ നിന്ന് പിടിച്ചാലോ മുജമ്മിർ. ഇങ്ങനെ റിവായത്തുണ്ട്. ഈ സിഫത്ത് ആർക്കുള്ള സിഫത്താണ്? നുഐം എന്നവരുടേതാണോ അബ്ദുള്ളാൻ്റെതാണോ ഉപ്പാൻ്റെതാണോ മകൻ്റെതാണോ സിഫത്ത്? ഏത് വെച്ചാലും ഒരു മുടക്കവുമില്ല. കാരണം നുഐം എന്നവരും അതുപോലെ അവരുടെ പിതാവ് അബ്ദുള്ളയും രണ്ടും ആര് തന്നെയാണ്? മുജ്മിർ തന്നെയാണ് എന്ന്. മദീന പള്ളിയിൽ സുഗന്ധം പൂശിയ ആള്, സുഗന്ധം പുകയിച്ച ആള്, പൂശലല്ല, സുഗന്ധം പുകയിക്കൽ പള്ളി നിറയെ കൊതുക് കയറാതിരിക്കാൻ വേണ്ടി. കൊതുക് പ്രാണിയൊന്നും ഇല്ലാതിരിക്കാൻ മദീന പള്ളിയിൽ ചുറ്റും നടന്നിട്ട് പുകയിട്ട ആളാണ്. ഈ മുജ്മിർ എന്ന സിഫത്ത് 2 ആളെ കൊണ്ടും സാധിക്കാകും. അബ്ദുള്ള എന്നവരെ കൊണ്ടും ആവും,
അപ്പം മുജ്മിൽ ഇങ്ങോട്ട് മടക്കിയാലും കണക്ക് തന്നെയല്ലേ, രണ്ടായാലും ജെറും തന്നെയല്ലേ. എന്താ അവർ പറയുന്നത്? അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നുഹൈം എന്നവർ കേട്ടിരിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ യഖൂൽ, മൻ തവല്ലഅ, ഒരാൾ ഉളു എടുത്തു, ഫഅഹ്സന ഉളുവഹു, എന്തിനെ നന്നാക്കി, സുമ്മ ഖറജ, അങ്ങനെ അവൻ പുറപ്പെട്ടു. എന്ത്, എങ്ങനെ പുറപ്പെട്ടു? ആമിദൻ ഇല സ്വലാത്തി, എന്താണ്, നമസ്കാരത്തിലേക്ക് ഉദ്ദേശിച്ചവനായിട്ട്. ആമിദൻ അസ്വലാത്ത് ലിസ്വലാത്തി എന്നും വായിക്കാൻ വേണമെങ്കിൽ ലാമ് കൊണ്ട്, ഇലാക്ക് പകരം ലാമ്. ഫൈന്നഹു, തീർച്ചയായും അവൻ, ഫീ സ്വലാത്തിൻ, അവൻ നമസ്കാരത്തിലുള്ളതുപോലെയാണ് വിധിയിൽ. മാ കാന യാമിദു ഇല സ്വലാത്തീൻ, അവിടെ രണ്ട് റിവായത്ത്, മാ കാന യാമിദു, മാ ദാമ യാമിദു, രണ്ടും സഹീഹ്. അമദ യാമിദു എന്നാണ് വായിക്കേണ്ടത്. അമദ യാമിദു ദറബ യദ്രിബു പോലെ. ഈ മുവത്തയിലുള്ളത് മാ കാന യാമിദു എന്നാണ്. ചില മുവത്തയിൽ എങ്ങനെയുമുണ്ട് മാ ദാമ യാമിദു. അപ്പോൾ ഒന്നും എടുത്തിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ നമസ്കാരം ചെയ്തതുപോലെയായി പോലും, നമസ്കാരത്തിൽ പ്രവേശിച്ചതുപോലെ. അങ്ങനെ ആകുന്നു? അങ്ങനെ ആകുമോ? ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെ ഒന്നുമെടുത്തു, പള്ളിയിലേക്ക് പുറപ്പെട്ടു, എന്നാൽ അവൻ നമസ്കാരത്തിലുള്ളവനായി. അങ്ങനെ വസീലത്തു താഅത്തി താഅത്തുൻ, നല്ല കാര്യത്തിനുള്ള വസീലയും നല്ല കാര്യമാണ്. കമാന്ന വസീലത്തൽ മാസിയത്തി മാസിയത്തുൻ, മാസിയത്തിനുള്ള വസീലയും എന്താണ്? തുഹ്ഫ 1068. വൽ വസായിലു തുഅത ഹുക്മൽ മഖാസിദി, വസീലകൾക്ക് നൽകപ്പെടുന്നു. നിഹായ 8207. ഇപ്പം എന്താ? വലിൽ വസായിലി ഹുക്മുൽ മഖാസിദി, മുഗ്നി 4354. അപ്പോൾ ഇവിടെ ശരിയായില്ലേ? ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് പോയാൽ എന്തായി? വന്നഹു യുക്തബു ലഹു, ഹദീസിലുണ്ട്, അവൻ എഴുതപ്പെടുന്നു ബിഹദാ ഖുത്വതൈഹി, ഒരു ചവിട്ടടി കൊണ്ട് ഹസനത്ത് രേഖപ്പെടുത്തുന്നു. ഏത് ചവിട്ടടി എന്ന് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളി എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ ഉത്തരം പറയണം. വയുംഹ അൻഹു ബില്ലുഖ്റ സയ്യ, അടുത്ത ചവിട്ടടി കൊണ്ട് ദോഷം മായ്ക്കപ്പെടുന്നു. ഒരു ചവിട്ടടി കൊണ്ട് ഹസനത്ത് രേഖപ്പെടുത്തുന്നു, അടുത്ത ചവിട്ടടിയോ? ഹാക്കിം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, തുക്തബുൽ ഹസനത്തു ബിൽ ഖുത്വത്തിൽ യുംന എന്ന് ഷഹാദത്താക്കിയിട്ടുണ്ട്. എന്താണ് ഹസനത്ത് രേഖപ്പെടുത്തൽ? ഏതുകൊണ്ട് തന്നെ ബിൽ ഖുത്വത്തിൽ യുസ്ര, ഫൈദാ സമിഅ അഹദുകും അൽ ഇഖാമത, ഇനി പൊതുവെയുള്ള ഉപദേശമാണ്. നമസ്കാരം തുടങ്ങിപ്പോയത് കാണുമ്പോൾ പലരും ഓടുന്നു പോലും, നമസ്കാരത്തിൽ പ്രവേശിക്കുന്നു, അന്നേരം ഹുസുവ ഹുലുവ നഷ്ടപ്പെടുന്നു, ആകെ വിയർത്തൊലിക്കുന്നു, കഥക്കുന്നു. ഒന്നും ഒരു ഹക്കായ രൂപത്തിൽ ഓതാനോ ഇബാദത്തെടുക്കാനോ കഴിയുന്നില്ല പോലും. അത് പാടുണ്ടോ? നേരത്തെ ഒരുങ്ങിയിട്ട് പോവുകയാണ് വേണ്ടത്, മെല്ലനെ പോകണം. ചവിട്ടടി അനുസരിച്ചാ പ്രതിഫലം. ജമാഅത്ത് തുടങ്ങിപ്പോയി എന്ന കാരണം കൊണ്ട് ഓടാൻ പാടില്ല, കറാഹത്തല്ലേ അത്. നമസ്കാരത്തിന് ഒരു ഗുണമില്ലാതായി പോവില്ലേ? തുടങ്ങിപ്പോയത് ഇവൻ്റെ ഭാഗ്യക്കേട്, എന്നാലും ഓടാൻ പറ്റുമോ? ഇല്ല. ജുമാ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ മാത്രമേ എന്താക്കാൻ പറ്റൂ? ഫൈദാ സമിഅ അഹദുക്കും അൽ ഇഖാമത ഫലാ യസ്ഉ, അവൻ ഓടരുത്. കൂടുതൽ റക്അത്ത് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കരുത്?
തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ നേരത്ത് എത്താൻ വേണ്ടി പോലും ഓടാൻ പറ്റൂല എന്നാണ്. പാകമായിട്ട് നടക്കണം. എന്തുകൊണ്ടാണ് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഫൈന അഅ്ളമക്കും അജ്റൻ അബ്അദുക്കും ദാറാ എന്താണ്? നിങ്ങളിൽ നിന്ന് പ്രതിഫലം അധികരിച്ചയാൾ ആര് തന്നെയാണ്? വീട് ദൂരത്തായവർ. കാരണം നടന്നിട്ടുണ്ടാവും ആ ചവിട്ടടി. യാ റബ്ബേ, ഇതന്നെയല്ലേ ഹസനത്ത്. മുറ്റത്തന്നെ പള്ളിയായ എന്തിനു പറ്റും? ഇത് ഇബാദത്തിന് ദൃഢനിശ്ചയമുള്ള ആളെ പറ്റിയാ പറയുന്ന പോലും. ദൂരത്തായ അലസമായിട്ട് പോകാതിരിക്കുമെങ്കിൽ മുറ്റത്തന്നെയാ പള്ളി വേണ്ടത്. പൊതുവെ പള്ളി ദൂരത്തായ കൈ കിട്ടും. എപ്പോഴ്? ദൂരെ നിന്ന് അസർക്കേക്ക് വേണ്ടിയിട്ട് ഉച്ചക്ക് 2 മണിക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ഹസനത്തല്ലേ കൊയ്യുന്നു. ബനൂ സലിമ ഗോത്രക്കാർ മദീനയിൽ നിന്ന് എത്ര ദൂരം? സുബ്ഹാനല്ലാഹ്, മദീന പള്ളിയിൽ നിന്ന് എത്ര ദൂരം. അവർ നല്ല വീട് കിട്ടിയപ്പോൾ മാറാനൊരുങ്ങി. മദീന പള്ളിയുടെ മുറ്റത്ത് നല്ലൊരു വീട് ആദായത്തിൽ കിട്ടി, അവർ മാറുന്നുണ്ട് എന്ന് പബ്ലിഷായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മാറിയിട്ട് കാര്യമില്ല, മാറരുത്. ദിയാറക്കും തുക്തബാസാറുക്കും, ചവിട്ടടി കുറഞ്ഞു പോകും. നിങ്ങൾ ഏത് വീട് തന്നെ മുറുകെ പിടിക്കും, അവിടെ തന്നെ മതിയും. നബി തങ്ങൾക്കറിയാം എത്ര ദൂരമായാലും ഇവർ ജമാഅത്തിന് വരെ തന്നെ ചെയ്യും. മുറ്റത്താകുമ്പോൾ സമയമാകുമ്പേ വരും, ദൂരത്താണെങ്കിൽ നേരത്തെ വരും. ഇപ്പം എന്താവും? നബി തങ്ങൾ വിലക്കിട്ട് നിങ്ങൾ പള്ളിയുടെ സൈഡത്ത് താമസിക്കേണ്ട ആവശ്യമില്ല, എവിടെ തന്നെ തങ്ങും. തിർമിദി, ഹാക്കിം, തബറാനി, മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പോൾ ചുറ്റിപ്പറ്റി പള്ളി ഉണ്ടാകാൻ പാടില്ല എന്നാ പറയും ഈ പറഞ്ഞതിൽ നിന്ന്. ഒരു ചോദ്യം, വീട്ടിൻ്റെ ദോഷത്തിൽപ്പെട്ടതാണ് പള്ളിയെ തൊട്ട് അകലുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വീട്ടിൻ്റെ ഭാഗ്യക്കേടാന്ന് പോലും അടുത്തൊന്നും പള്ളിയില്ലാതിരിക്കൽ. ഇന്നമീൻ ഷുമിദ്ദാരി ബുഹദാനിൽ മസ്ജിദി എന്നുണ്ടല്ലോ. പള്ളിയെ തൊട്ട് അകലുക എന്നത് ദുശ്ശനാണ്. അത് ആയിരിക്കാം, അത് അതമിൻഹൈസു അതമുസാമായിൽ അതാനി എന്നാണ്. ബാങ്ക് കേൾക്കാതിരിക്കൽ അത് ഭാഗ്യക്കേട് തന്നെയാണ്. ബാങ്ക് കേട്ടാൽ 99 കിലോമീറ്റർ ദൂരത്തേക്ക് പിശാച് ഓടുമെന്നുണ്ടല്ലോ ഹദീസിൽ. അത് ലഭിക്കണ്ടെങ്കിൽ പള്ളി മുറ്റത്ത് തന്നെ വേണ്ടേ, അല്ലേ? ചിലപ്പോൾ ദൂരം കൂടിയിട്ട് എന്ത് നഷ്ടപ്പെടും അതുകൊണ്ട്. അതേസമയത്ത് മശക്കത്ത് താങ്ങാൻ ദൃഢനിശ്ചയം ചെയ്തവരാണെങ്കിൽ എന്തെന്നെ നല്ലത്, അല്ലേ? അങ്ങനെയല്ല ആകാം ഭാഗ്യക്കേട് എന്ന് പറഞ്ഞത്. പിന്നെ ഖാലു ലിമയാ അബാ ഹുറൈറ, അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് ദൂരത്തായവർക്ക് പ്രതിഫലം അധികം എന്ന് പറഞ്ഞത്. അബൂ ഹുറൈറയോട് ചോദിക്കാൻ, നിങ്ങളെന്താ മനസ്സിലാക്കി, എന്ത് ദൂരം കൂടുന്നത്ര പ്രതിഫലം എന്ന് പറഞ്ഞില്ല, എന്ത് വകയിൽ? മിൻ അജ്രി കസ്റത്തിൽ ഖുതാ, ചവിട്ടടിയുടെ വർധനവ് കാരണത്താൽ. അപ്പം വണ്ടിയൊന്നും എടുക്കാൻ പാടില്ല എന്നും ആയില്ല, നടക്കാൻ കഴിയുമെങ്കിൽ നടക്കാൻ തന്നെ വേണ്ടേ. മുമ്പൊന്നും ജുമാക്ക് പോകുമ്പം വണ്ടി നിർത്തിയാൽ അവർ എതിർക്കും, കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടപ്പെടില്ല, വണ്ടിയിൽ പോകൽ മര്യാദക്കേടായിട്ടല്ലേ മുമ്പേ കണ്ടത് ജുമാ ജമാഅത്തിന്. ഇനി താഴെ പറയുന്ന മസാല പണ്ട് നമ്മൾ പഠിച്ചു തെളിയിച്ചതാണ്. ഇസ്തിൻജായിൻ്റെ നേരത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ, അല്ല കല്ല് മാത്രമേ പറ്റുള്ളൂ. കല്ലോ കടലാസോ ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കൽ ജായിസല്ല. ഇങ്ങനെ ഉണ്ടാകും. നിയമം വേണ്ടതുപോലെ മുമ്പ് ഒരു ക്ലാസ്സിൽ സമർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. മാലിക്കുൻ യഹ്യ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു അന്നഹു സമിയ
യഹ്യ എന്നവർ കേട്ടു. യഹ്യബിന് സയ്യിദ് അല്ല, സയ്യിദ് യഹ്യബിന് സയ്യിദ് എന്നല്ലേ ഉള്ളേ. അന്നഹു സമിയ, യഹ്യബിന് സയ്യിദ് കേട്ടു. ആ മദീനയിലുള്ള ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ആര്? എന്താ കേട്ടത്? യുസ്അലു അനിൽ വുളൂഇ മിനൽ ഗായിതി ബിൽ മായി, മനോഹരം ചെയ്യൽ ജായിസാണോ ശുദ്ധവെള്ളം കൊണ്ട് ഗായിത്തിന് വേണ്ടി. മൂത്രമൊഴിച്ച കഥയല്ല പറഞ്ഞത്. കാഷ്ടിച്ചാൽ അവിടെ വെള്ളം ഉപയോഗിച്ച് കഴുകൽ ജായിസാണോ? ഫഖാല സഈദ് ഇബ്നുൽ മുസയ്യബ് മറുപടി കൊടുത്തു, ഇന്നമാ ദാലിക വുളൂഉൻ നിസായി, ബുദ്ധിശൂന്യന്മാരുടെ പരിപാടിയാണ് ഇസ്തിൻജായിന് വേണ്ടി എന്തുപയോഗിക്കൽ? വെള്ളം. പിന്നെന്തേ ചെലവാക്കാവൂ? കല്ല് മാത്രമേ ചെലവാക്കാവൂ. കാഷ്ടത്തിനല്ലേ ഈ ചെലവാക്കുന്നു അല്ലേ? ഇന്നമാ ദാലിക മിൻ ആദത്തിൻ മിൻ വുളൂഇൻ നിസായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളത്തിന് പരിശുദ്ധമായ വെള്ളം ഇസ്തിൻജായിന് പരിശുദ്ധമായ വെള്ളം ഉപയോഗിക്കൽ ആരുടെ പരിപാടിയാണ്? കാരണം അന്ന് സ്ത്രീകളായിരുന്നു പോലും ഇസ്തിൻജായിന് വേണ്ടി എന്താക്കിയത്. അപ്പോൾ സ്ത്രീകളെ പോലെയാവും പോലും ബുദ്ധിയില്ലാണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തായ സ്ത്രീകളല്ല, ബോളന്മാരുടെ പരിപാടിയാണ്. സ്ത്രീ ആണ് പെണ്ണ് നോക്കിയിട്ടല്ല. ഒന്നിക്കൽ ചില സ്ത്രീകളാണ് ഇത് നടപ്പിലാക്കിയത്. ആണുങ്ങന്മാർ കല്ല് ഉപയോഗിക്കാം, സ്ത്രീകളോ അപ്പം സ്ത്രീകൾ തന്നെ അർത്ഥം പറയാം. അല്ലെങ്കിൽ എങ്ങനെയാ അർത്ഥം പറയാം? ബുദ്ധിശൂന്യന്മാരല്ലാതെ ഇസ്തിൻജായിന് വേണ്ടി എന്ത് ചെലവാക്കൂല. പക്ഷേ ഈ ഹദീസ് ഇങ്ങനെ അമൽ ചെയ്യാൻ പറ്റൂല. ബയാനുൽ ഇസ്തിൻജായി ബിൽമായി എന്ന് പറഞ്ഞിട്ട് മുവത്തയിൽ വന്നിട്ടില്ലേ? 7-ാം പേജിൽ 3-ാം വരിയിൽ ബയാനുൽ ഇസ്തിൻജായി ബിൽമാ മുവത്ത 7-ാം പേജ് 3-ാം വരിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെ പറയുന്നത് ഹുദൈഫത്ത് ബിനുൽ യമാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഇബ്നുൽ മുസയ്യബ് ഇവരെല്ലാം എന്താക്കിയിട്ടുണ്ട്? ആക്ഷേപിച്ചിട്ടുണ്ട് ഇസ്തിൻജായിൻ്റെ നേരത്ത് എന്ത് ചെലവഴിക്കൽ. കാരണം വെള്ളം പവിത്രമല്ലേ, അത് കുടിക്കാനല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് പറഞ്ഞത് അങ്ങനെയല്ലേ? വെള്ളം തൊട്ട് പോണ്ട, എന്ത് മാത്രം മതി? കല്ല് മാത്രം മതി. മാലിക്കി മദ്ഹബിലുള്ള ഇബ്നുൽ ഹബീബ് വാദിച്ചിട്ടുണ്ട് ശുദ്ധവെള്ളം കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ എന്താണെന്ന്, ഹറാമാണെന്ന്. കാരണം വെള്ളം എന്തിൽപ്പെട്ടതാണ്? ഭക്ഷണത്തിൽപ്പെട്ടതാണ്. അത് നജാസത്തിന് മുട്ടിക്കല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നിരവധി ഹദീസ് നിരത്തി വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിൻജാ നടത്തൽ ഏതുകൊണ്ട് തന്നെയാണ്? പക്ഷേ ആ വെള്ളത്തിന് മുമ്പ് ആദ്യം കച്ചറ കളയാൻ വേണ്ടി എന്താക്കിയെന്ന് മാത്രം. അപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലാക്കണം. വെള്ളത്തിന് കഠിനമായ ക്ഷാമം വരുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇസ്തിൻജായിൽ നിന്നും എന്ത് ഉപയോഗിക്കണ്ട? എന്തിന് മതി? കല്ല് മതി. കുടിക്കാനും കുടിക്കാനും അതുപോലെ മറ്റ് അത്യാവശ്യത്തിന് ഏത് മാറ്റി വെക്കണം എന്ന് പറയും. നിരുപാധികം പറയാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് വല്ലതി അലൈഹിൽ ജമാഹിറു, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതും അവർ ഇജ്മാഅക്കിയതും ഫത്വ കൊടുക്കുന്നവർ ഇജ്മാഅക്കി പറഞ്ഞത് അന്നൽ അഫ്ളല അൻ യജ്മഅ ബൈനൽ മായി വൽ ഹജർ ഫൈൻ ഇഖ്തസറ അലാ ഹദിഹിമാ ജാസ വൽ മാഉ അഫ്ളലു ഫമാ ഖാലഹു ഇബ്നുൽ മുസയ്യബ് പറഞ്ഞത് സ്വഹീഹല്ല. നിരുപാധികം പറയുന്നെങ്കിൽ സ്വഹീഹല്ല. വൈന്നമായ നദ്റത്തിൽ മായി ഫഖത്ത്, വെള്ളം ദൗർലഭ്യമായാൽ, വെള്ളം കിട്ടാതെ ജനങ്ങൾ മരിച്ചു പോകുമെന്ന് കണ്ടാൽ ആര് പറഞ്ഞു? സഹി തന്നെ പറഞ്ഞു. സഹി തന്നെ. മനുഷ്യ, നീ ശുദ്ധീകരണത്തിന് നജാസത്ത് നീക്കാൻ വേണ്ടി വെള്ളം തൊട്ട് പോണ്ട, നീ കല്ല് കൊണ്ട് മതിയാക്ക്
എന്ന് ആ സമയത്ത് പറയാം. പൊതുവെ പറയാൻ പറ്റോ? ഇല്ല. അന്തിമമായ തീരുമാനം എന്താണ്? അന്നൽ അഫ്ളല അൻ യജ്മഅ ബൈനൽ മാഇ വൽ ഹജർ ഫൈൻ ഇഖ്തസറ അലാ ഹദിഹിമാ ജാസ വൽ മാഉ അഫ്ളലു. രണ്ടും ഉപയോഗിക്കുമ്പോൾ തർത്തീബുണ്ട്. ആദ്യം ഏതാണ്? രണ്ട് കല്ല്. ഇനി കല്ലെന്നെ വേണമെന്നുണ്ട്, കടലാസ് പോരെ, തുണിക്കഷ്ണം പോരെ. കല്ലിൻ്റെ സ്ഥാനത്ത് അല്ല അൽ ഹജറു യുജ്സിയുമായ വുജൂദിൽ മായി ഇന്ദ ജമീഇൽ ഫുഖഹായി. വെള്ളമുള്ള അതേ ഘട്ടത്തിൽ തന്നെയും അല്ലാതെ തയമ്മം ചെയ്യുന്ന അതേ വിധിയ. വെള്ളം ഇല്ലെങ്കിലാണ് കല്ല് എന്നാണോ? ഇനി കല്ലെന്നെ വേണമെന്നുണ്ടോ? നജാസത്തിനെ വലിച്ചെടുക്കുന്ന മറ്റെന്തെങ്കിലും മതിയില്ലേ? കടലാസോ തുണിയോ മതി. ടിഷ്യൂ പേപ്പർ പോലെ മതി. അതിന് നായൻ്റെ മസലകളാ പറയും. നായി മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിവായത്ത് അന്നബി സിനാദി റളിയല്ലാഹു അൻഹു അനിൽ അഅറജി റളിയല്ലാഹു തആല അൻഹു അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ, ഫീ ഇനായി അഹദിക്കും, ഗളിൽ നിന്നൊരാളുടെ പാത്രത്തിൽ, കുറഞ്ഞ വെള്ളമുള്ള പാത്രം, അധികരിച്ച വെള്ളമല്ല എങ്കിൽ ഫലിയഗ്സിൽഹു സബഅ മറാത്തിൻ, എന്താക്കണം? 7 തവണ കഴുകണം. മുഖല്ലതായ നജാസത്താണ് ഏത്? നായ, പന്നി എന്നിവ കൊണ്ട് നജസായ എന്താ വേണ്ടി? വലഹ എന്ന സീഹ ഉണ്ട്. വലഹ എന്ന് പറഞ്ഞാൽ നാവിട്ട് കുടിച്ചു എന്നാണ്. വലഹൽ കൽബു ഫില്ലിനായി, വലഹ യലഹൂൻ, എന്താ? നാവിട്ട് കുടിക്കൽ. നഫ ബാബുണ്ട് അല്ലേ? നഫ യംഫഉ വസിനാണ്, നാവിട്ട് കുടിക്കൽ ഇല്ലേ? മുവത്തയിൽ ശരിബ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് അൽ മഷ്ഹൂർ അബിസിനാദി അബുസിനാദ് എന്നവരെ തൊട്ട് കൂടുതലായി വന്ന റിവായത്ത് എന്തല്ല? ശരിബ എന്നല്ലേ അല്ല, എന്താണ്? വലവ. വല്ലാഹിറു അന്ന അബുസിനാദ് റവാ ബികിലൈഹിമാ, റുവിയ ബികിലൈഹിമാ, എന്താ? റവാ ബികിലൈഹിമാ, എന്താണ്? 2 റിവായത്തും ആരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? ഈ കിതാബിൽ കൊടുത്തത് ഏത്? ശരിബാൻ. അതേ സമയത്ത് എത്രയോ കിതാബുകളിൽ വന്നത് എന്താണ്? ഇവിടെ മനസ്സിലാക്കാനുള്ളത് മണ്ണിട്ട് കഴുകണം എന്ന് പറഞ്ഞതും 7 പ്രാവശ്യം എന്ന് പറഞ്ഞതും നനവുണ്ടെങ്കിൽ മാത്രം. 2 ഭാഗവും ഉണക്കാണെങ്കിൽ ഒന്നും വേണോ? രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് നനവുണ്ടെങ്കിൽ എന്താകും? ഇവിടെ ഫീ ഇനായി എന്നതിൻ്റെ തജ്വീൽ എന്താ? ശരിബ ഫീഹി എന്ന് പറയില്ലല്ലോ, അവിടെ മിൻ എന്നാണ് തജ്വീൽ. കാരണം ഒരു റിവായത്തിൽ മിൻ ഇനായി എന്നുണ്ട്. ശരിബ വന്നാൽ ഫീ പറ്റൂല, മിന്നാ വേണ്ടത്. അപ്പോൾ ഈ ഫീ എന്നത് തജ്വീൽ ചെയ്യണം. എന്ത്? അല്ലെങ്കിൽ ശരിബൽ മാ ഫീ ഇനായി എന്നാക്കണം. ശരിബൽ മാ ഫീ ഇനായി. അല്ലെങ്കിൽ ശരിബ എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യണം വലകയിലേക്ക്. വലകക്ക് ഫീ വേണം. നാവിട്ട് കുടിച്ചു, അവിടെ ഫീയാണ്. എന്തായി? നാവിട്ട് കുടിച്ചു എന്നാണ്. നാവിട്ട് കുടിച്ച മസാലയാണ് ഏറ്റവും കഠിനം. നാവിട്ട് കുടിച്ചാൽ 7 പ്രാവശ്യം കഴുകണം എന്ന ഹദീസാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. എന്താ മെച്ചെന്താ? വലഹ എന്നത് ആക്കതു ഫിൽ ഖിയാസി, നിയമം പറയാൻ ഏറ്റവും സൗകര്യം വലഹയാണ്. നായ പന്നി മുട്ടിപ്പോയാൽ 7 വട്ടം കഴുകണം എന്ന് പറയുന്ന ഹദീസിനെ കാണിയും സുശക്തമാണേത്? വലഹ. എന്താണ്? എന്നഹു ഇദാ വജബ മാ ദുകിറ ഫീ ഫമിഹി, വായ കൊണ്ടാണല്ലോ മുട്ടിയത്. മാ അന്നഹു അത്യബു മാ ഫീഹി, നായൻ്റെ ശരീരത്തിലുള്ള ജുസുകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധം ഏതാണ്? നാവ്. എന്ന് മാത്രമല്ല ബൽഹുവ അത്യബുൽ ഹയവാനി നക്ഹത്തൻ, ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മായ ഗന്ധം കുറഞ്ഞ ജീവി ഏതാ? എന്തുകൊണ്ട്? ലികസ്റതി മായ അൽഹസു,
നാവ് നീട്ടൽ അധികരിച്ചത് കൊണ്ട്. ജന്തുക്കളിൽ നായൻ്റെ ശരീരത്തിൽ വെച്ച് ഏറ്റവും ദുർഗന്ധം കുറഞ്ഞ ഭാഗം ഏതാണ്? എന്തുകൊണ്ട്? അതുപോലെ ജന്തുക്കളിൽ വെച്ച് പരമാവധി വായഗന്ധം കുറഞ്ഞത് അല്ലാണ്. എന്തുകൊണ്ട്? അത് പുറത്തിരുന്ന് ഉറ്റുന്നുണ്ട്. ഇപ്പം ഫീ ഗൈരിഹി ബിതരീഖിൽ ഔല. അങ്ങനെയുള്ള നായൻ്റെ നാവ് മുട്ടിയാൽ പോലും 7 വട്ടം കഴുകണം. അതിലൊന്ന് മണ്ണുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നായയുടെ മറ്റുള്ള ഭാഗം തട്ടിയാലോ പിന്നെ പറയാനുണ്ടോ? ഇല്ല. നാവാണ് ഇപ്പം മുട്ടുന്നത്. നായൻ്റെ ശരീരത്തിൽ വെച്ച് ഏറ്റവും ദുർഗന്ധം കുറഞ്ഞതായ ഭാഗം ഏതാണ്? എന്നിട്ട് ഈ കാര്യം മഹല്ലി 173-74 സമർത്ഥിക്കുന്നു. മനുഷ്യ നീ നോക്ക്, നായൻ്റെ നാവാണ് പാത്രത്തിന് മുട്ടിയത്, അതുകൊണ്ട് കഴുകണം പോലും. നായൻ്റെ ശരീരത്തിലുള്ള അജ്സായിൽ നിന്ന് ഏറ്റവും പരിശുദ്ധം ഏതാണ്? എന്ന് മാത്രമല്ല, പൊതുവെ ജന്തുക്കളിൽ വെച്ച് വായനാറ്റം ഒഴിവായ ജന്തു ഏതാണ്? എന്തുകൊണ്ട്? എന്നിട്ട് പോലും എന്തായില്ലേ? എങ്കിൽ മറ്റുള്ളിടത്തോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണത്തിൽ മണ്ണിടുന്ന പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും മണ്ണിടുന്ന കാര്യം ആരും മുണ്ടൂല. ഇല്ല, അവർ മുണ്ടുന്ന പ്രശ്നമില്ല. അൽ ഹാഫിദ് ഇബ്നു അൽ അസ്കലാനി ഇമാം പറയുന്നു, ഒരു റിവായത്തിലും മാലിക് ഇമാമി മുണ്ടിയിട്ടില്ല മണ്ണ് കലക്കണം എന്ന്. റിവായാത്ത് മാഫി ഹിത്തത്തിരീബു, മണ്ണ് കലക്കണം മണ്ണ് കലക്കണം മണ്ണ് കലക്കണം എന്ന് വിളംബരം ചെയ്യുന്ന ഹദീസ് മഹല്ലി 173 നോക്കുക. അതിൽ സമർത്ഥിക്കുന്നുണ്ട് സ്വീകാര്യോഗ്യമായ ഹദീസുകൾ. നായ മുട്ടിയാൽ നീ 7 വട്ടം കഴുകണം, മണ്ണിടുകയും വേണം. മണ്ണിടേണ്ട ഹദീസ് മാലിക് ഇമാമ് പറയൂല, അത് പറയുന്നുണ്ട്. അവിടെ കഴുകണം എന്ന് പറഞ്ഞിട്ട് പോലും മണ്ണിടാൻ പറഞ്ഞാ ഇല്ല. ഇനി ഒരു ചോദ്യം വരുന്നു, നായ തൊട്ടതായ ഒരു സാധനം തിന്നാലോ മണ്ണിട്ട് കഴുകണ്ടേ? ഇതാക്കല മാമസഹു കൽബുൻ, നായ തൊട്ടതായ സാധനം തിന്നാൽ മണ്ണിട്ട് കഴുകണം. വായക്ക് കഴുകണം, വായ കഴുകണ്ടേ? ദുബുറ് കഴുകണം. ആമാശയത്തിലേക്ക് മണ്ണ് കലക്കിയ വെള്ളം എത്തിക്കണോ? ഒന്നും വേണ്ട. തൊണ്ടയുടെ അറ്റം വരെയും വായ കഴുകണം 7 പ്രാവശ്യം. നായ പന്നി മുട്ടിയത് ഭക്ഷിച്ചാൽ എന്താ വേണ്ടി? വായ കഴുകണം. ഇതാ കലമാമസഹു കൽബുൻ ലായിജുത്തരീബു, മണ്ണിട്ട് കഴുകണ്ട. ഇല്ലാ ഫിൽ ഫമി ലാ ഫിൽ ദുബരി വലാ ഫിൽ മൈദത്തി. അൽ ഫതാവൽ കുബ്ര ഇബ്നു ഹജർ ലൈത്തമി ഫതാവൽ കുബ്രയിൽ കൊടുത്തിട്ടുണ്ട്. 1:28-29. അത് 7 വട്ടം കഴുകാണ്ട് ഭക്ഷിക്കാൻ പറ്റൂലല്ല. നജാസത്തായില്ലേ, അകത്തേക്ക് കയറാൻ പറ്റുമോ? ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കാനുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 7 വട്ടം കഴുകൽ നിർബന്ധമാക്കിയതിന് പോലും നായ നാവിട്ടാലി വെള്ളത്തിരി എന്ന് ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ കാണുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. നായ നജസായത് കൊണ്ടല്ല പോലും, തഅബ്ബുദ് എന്ന നിലക്ക് എന്ത് വേണം? കഴുകൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രസ്താവന ശരിയല്ല പോലും. തഅബ്ബുദ് തന്നെ സുന്നത്തേ ആക്കിയിട്ടുള്ളൂ, നിർബന്ധമല്ല ആക്കിയത് എന്ന് മാലിക്കി മദ്ഹബിൻ്റെ സ്വന്തക്കാർ പറയുന്നുണ്ട്. നമ്മളെ ഷാഫി മദ്ഹബിലുള്ള കിതാബുകളിൽ പറഞ്ഞത് നായ നജസല്ലല്ലോ, പിന്നെന്തിന് മാലിക്കി ഇമാമ് നിർബന്ധാക്കിയത്? അത് തഅബ്ബുദ്. 7 വട്ടം കഴുകൽ മണ്ണ് പിന്നെ പറഞ്ഞിട്ടേ ഇല്ലല്ല. 7 വട്ടം കഴുകൽ നിർബന്ധമാക്കിയത് തഅബ്ബുദ് നിർബന്ധമാക്കിയെങ്കിലല്ലേ? ആക്കിനാ ഒമാഖാലഹു ഷാഫിയ്യത്തു, ഷാഫി മദ്ഹബുകാർ പറഞ്ഞില്ലേ മാലിക്കി ഇമാമ് ഔജബ തസ്ബിയ, മാലിക്കി ഇമാമ് 7 വട്ടം കഴുകലിനെ നിർബന്ധമാക്കി തഅബ്ബുദ് എന്ന നിലക്ക്. അത് ലൈസ ബിസഹീഹ് വൽ ദഈഫ്.
എന്താണ്? പിന്നെ നമ്മളെന്തേ ആക്കിയിട്ടുള്ളൂ? സുന്നത്തെ ആക്കിയിട്ടുള്ളൂ എന്നാണ്. ആ പറയലിൻ്റെ ഗൗരവം കേട്ടിട്ട് ഷാഫി മദ്ഹബുകാർ തിരിച്ചു പോയതാന്ന് പോലും. എന്താക്കീന്നു? മാലിക്കി മദ്ഹബുകാർ ഫർദാക്കീനോ? കഴുകല് ഇല്ല. ജർഖാനി 173 ഒരു മാലിക്കി മദ്ഹബിൻ്റെ നേതാവാണ്. ഓരാ പറയുന്നു ഞങ്ങളുടെ പേരിൽ എന്ത് എഴുതി വച്ചിരിക്കുന്നു? ഞങ്ങൾ ഫർദാക്കിയിട്ടില്ല. അതിനെ മാലിക്കി ഇമാം എല്ലായിടത്തും ഇല്ല. മാലിക്കി ഇമാം സുന്നത്താക്കിയിട്ടുണ്ട് ഗസ്ലിനായി മായിൻ സബുൻ, നായമുഖം കുത്തിയാൽ നാവിട്ടാൽ പാത്രത്തിൽ 7 വട്ടം കഴുകൽ. അത് തഅബ്ബുദ്. അത് ഭക്ഷണപാത്രത്തിലാണെങ്കിൽ വേണ്ട പോലും. തഅബ്ബുദ് എവിടെ വന്നിട്ടുള്ളൂ പോലും? വെള്ളത്തിൽ. ഗസ്ലിനായി മായിൻ എന്നാ പറഞ്ഞത്. ശുദ്ധവെള്ളത്തിലാണ് എന്ത് പറഞ്ഞത്? 7 വട്ടം കഴുകല് തഅബ്ബുദായിട്ട് സുന്നത്താണ്. ആ സുന്നത്ത് വേറെ എവിടെ പറഞ്ഞിട്ടില്ല. ഇനാവു തആമിലല്ല വലാഫി ഇദ്ഖാലി റിജ്ലിഹി, നായൻ്റെ മറ്റു ഭാഗം കിടന്നിടത്തും അവർ പറഞ്ഞിട്ടില്ല. ഏതേ പറഞ്ഞിട്ടുള്ളൂ? ഉണ്ടാ അതായി. പിന്നെന്താ? അത് നായൻ്റെ മസല വേണ്ടേ? ആരെല്ലാം പറഞ്ഞു അത് പഠിക്കണമല്ല അല്ലേ? നായ നജസുൻ ഇന്ധനാക്ക അഹമ്മദ, അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ നമ്മളും പറയുന്നു. എന്ത്? നായ മുട്ടിപ്പോയാൽ 7 വട്ടം കഴുകാൻ തന്നെ വേണം. അബൂ ഹനീഫ ഇമാം പറയുന്നത് സാധാരണ നജാസത്തിൽപ്പെട്ട ഒരു നജസ് തന്നെയാണ് ഏതു? മുഗല്ലദ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പോലും. വലാകിൻ ജഅല ഗസ്ല മാ തനജസ ബിഹി കഗസ്ലി സായിരി നജാസാത്തി, നജസല്ല എന്നവർ പറഞ്ഞിട്ടില്ല. നജസ് തന്നെ പോലും കഠിനകടകരമായ നജസ് എന്നവർ പറയാൻ തയ്യാറല്ല പോലും. പിന്നെ വഖാല മാലികുൻ ഹുവ ത്വാഹിറുൻ ലാ യൻജസു മാ വലഗ ഫീ, നായമുഖം കുത്തിയാൽ എന്താവില്ല? നജസാവൂല. കാരണം നായ എന്താണ്? പക്ഷേ കഴുകാൻ പറഞ്ഞതോ നമ്മളെ കിതാബിൽ നിർബന്ധം എന്ന് പറഞ്ഞതോ അവരുടെ കിതാബിൽ സുന്നത്ത് എന്ന് പറഞ്ഞതോ അത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മനസ്സിലായില്ലേ? തഅബ്ബുദ് എന്ന നിലക്ക് റഹ്മത്തുൽ ഉമ്മയിൽ അത് പറയുന്നുണ്ട്. ഖിലാഫ് വിവരിക്കുന്ന കിതാബാണ്. തർസീഹ് 39 7 കൊണ്ട് മതിയാക്ക. 7 എന്ന നമ്പറും മണ്ണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞതും തഅബ്ബുദിയാണ്. എന്താണ് അതിൻ്റെ ന്യായം എന്ന് ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞ? ഇല്ല. 8 പ്രാവശ്യം ഉപയോഗിക്കലാ സുന്നത്ത്. 8. കാരണം വെള്ളം കൂടാതെ തന്നെ 7 വേണമെന്നൊരു റിവായത്തുണ്ട്. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബലിന് ഒരു കൗലുണ്ട് 7 വട്ടം കഴുകിയാൽ ശുദ്ധിയാവില്ല, 8 തന്നെ വേണം. ഒന്നാമത്തേത് നജാസത്ത്, ആദ്യത്തേത് റഫായിട്ട്, പിന്നെ 7 പവിത്രമായിട്ടും. ഇപ്പം എത്രയായി? 8. അഹ്മദ് ബിൻ ഹംബലിന് ഒരു കൗലുണ്ട് എത്ര തന്നെ വേണം. പക്ഷെ ഓർമ്മ എത്തമതാക്കിയത് എത്ര മതിയെന്നാണ്. ഈ കാര്യം കലിയൂബി അമീറ പറഞ്ഞിട്ടുണ്ട്. തുസ്തഹബു സാമിനത്തുൻ, 7 കൊണ്ട് മതിയാക്കലല്ല സുന്നത്ത്. പിന്നെ കലിയൂബിയിലുണ്ട്, അമീറയിലുണ്ട്. 173. ഇനി അവിടെ പഠിക്കാനുള്ളത് മണ്ണെണ്ണ വേണോ അല്ല വേറെ എന്തെങ്കിലും ഡിറ്റർജൻറ്റ് മതിയോ? വല്ല ളുഹറു തഅയ്യുനു തുറാബി, ഏതെന്നെ വേണം? ജംഅൻ ബൈന നൗഇ തഹൂർ, തഹൂറിൻ്റെ 2 സൈസ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി മണ്ണും. അപ്പം മണ്ണ് തന്നെയാണ് ആര് മുറാദാക്കിയത്? ഷാഫി ഇമാം മുറാദാക്കിയത്. അന്ന് മണ്ണ് കിട്ടാൻ അല്ല, അന്ന് വേറെ ഡിറ്റർജൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ പൈസ ഇല്ലാത്തത് കൊണ്ടോ മണ്ണ് എന്ന് പാവങ്ങൾക്ക് പറഞ്ഞു തന്നതാ അല്ല. പിന്നെ മണ്ണെണ്ണ വേണം. കാരണം വെള്ളം ഇല്ലെങ്കിൽ തേമം ചെയ്യുമ്പോൾ എന്താക്കുന്നു? അപ്പോൾ തഹൂറിൻ്റെ 2 ജാനീബാ പറഞ്ഞത്, അള്ളേർ പറഞ്ഞത്. മസ്താനി പറയുന്നത് അങ്ങനെയില്ല. വയഖൂമു ഗൈറഹു മഖാമഹു കല്ലുസിനാനി വസാബൂനി, സോപ്പ് പൗഡർ അതും മതിയാകും. അണുക്കൾ നീങ്ങിക്കിട്ടലേ മുറാദുള്ളൂ. അള്ളേറിൻ്റെ മാറ്റം മഹല്ലി 174 ഈസാനി സമർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ഒന്നിരുവാധികം പറയാൻ പറ്റുമോ? നായ തൊട്ടാൽ അവിടെ എന്തുകൊണ്ട് കഴുകിയാലും മതി,
സോപ്പ് മതി, പൗഡർ മതി, അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഇട്ട് കഴുകിയാൽ വൃത്തിയായി പറയാൻ പറ്റുമോ? ഇല്ല. അന്ന് ഷാഫി ഇമാമിന് ഇങ്ങനത്തെ പൗഡറൊന്നും കിട്ടാനില്ല പോലും. അതുകൊണ്ട് പാവങ്ങളോട് പറഞ്ഞു പോലും എന്ത് വാരി ഇട്ടോ. അങ്ങനെയാണോ? അല്ല. തഹൂറിൻ്റെ ഒരു സാധനമാണ് വെള്ളം, മറ്റൊരു സാധനം മുഖത്ത് പോലും മണ്ണല്ലേ പുരട്ടുന്നു. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ അപ്പോൾ ഇവിടെ എന്തെന്നെ മുറാദ്? ആ, ഇനി ഇത് വന്ന വഴികൾ പറയട്ടാ. ഷാഫി മദ്ഹബുകാരും ഹംബലിക്കാരും പറയുന്നത് മണ്ണ് ഉപയോഗിക്കണമെന്ന്. അവർക്ക് വേണ്ടതുപോലെ റിവായത്ത് കിട്ടിയിട്ടുമുണ്ട്, അതുകൊണ്ട് അവർക്ക് പറയാതെ വയ്യ. മാലിക്കി മദ്ഹബുകാർ പറയുന്നത് മണ്ണ് ഉപയോഗിക്കണം എന്നതിന് യാതൊരു തെളിവും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് പറഞ്ഞ് 7 കഴുകലുണ്ട് പോലും. കഴുകുക എന്നത് എന്തുണ്ട്? ഇസ്ലാമിലുണ്ട്, എന്തില്ല പോലും ഇല്ല. ഹനഫിക്കാർ പറയുന്നത് ദാറഖുത്നിയുടെ റിവായത്താണ് ഞങ്ങൾ പിടിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ്, നായ മുഖം കുത്തിയാൽ 3 വട്ടം കഴുകിക്കോ, അല്ലെങ്കിൽ 5 വട്ടം, അല്ലെങ്കിൽ 7 പ്രാവശ്യം കഴുകിക്കോ, സാധാരണ നജാസത്ത് പോലെയാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നു. അതത് നിർണയമല്ല എന്നല്ലേ വരുന്നത്. അവർ പറയുന്നത് നായൻ്റെ കാര്യത്തിൽ ആദ്യ കാലത്ത് വളരെ കർശനമുണ്ടായിരുന്നു പോലും, പിന്നെ നിയമം ലൂസാക്കിന് പോലും. നിയമം ലൂസാക്കി സാധാരണ നജാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യകാലത്ത് നായ കൊണ്ട് കളിക്കുന്നതായിട്ട് കർശന ഓർഡർ ഇട്ടിരുന്നു പോലും, നായനോട് എടുക്കണ്ടെന്ന് അന്ന് പറഞ്ഞതാന്ന് പോലും. എന്ത് 7 വട്ടം കഴുകാൻ. പിന്നീട് അത് പിൻവലിച്ച് ഇളവ് നൽകി സാധാരണ നജാസത്ത് പോലെയായി. സാധാരണ പോലെ കഴുകിയാലും എന്താകും? മുഖല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നില്ല പോലും. നായക്കെത്തും പന്നിക്കെത്തും. തിരിഞ്ഞില്ലേ? പിന്നെ 8 എന്ന റിവായത്തോ? 8 എന്ന് പറഞ്ഞാൽ എന്തേ? 7 വണ്ടി. ويعمل روايات الثمانية مع التطريب على زمان الشدة ثم نزل الأمر إلى السبع مع التطريب ثم إلى السبع ثم التطريب ثم سار مثل غيره. അന്ന് കർശനം കൂട്ടിയത് വെള്ളത്തിന് പുറമേ മണ്ണിൻ്റെ കൂട്ടി 8 ആവും. പിന്നെ ഡൗണായി ഒന്നിലേക്ക് തന്നെ എത്തിയില്ലേ? ഉണ്ട്. അല്ലാമ ഇബ്നുൽ അറബി തങ്ങൾ പറയും നിങ്ങളുടെ പലതും പഠിക്കണം, നായ നജസാണോ അല്ലേ എന്നുള്ളത്. 3 മദ്ഹബുകാർ പറഞ്ഞ് നജസ്, മാലിക്കി മദ്ഹബ് എന്ത് പറഞ്ഞ്? താഹിർ. ഇനി നായൻ്റെ തുപ്പുനീരിനെ പറ്റി പറ. നജസാണെന്ന് 3 മദ്ഹബുകാർ പറയും, താഹിറാണെന്ന് ആരും പറയും. പക്ഷേ നജാസത്ത് തിന്നിട്ടാ വരുന്നതെങ്കിലോ നായൻ്റെ വായൽ എന്തുണ്ട്? ഇതെല്ലാം നോക്കി പഠിക്കണം പോലും. പിന്നെ ഒന്ന് പഠിച്ചുണ്ടാക്കേണ്ടത് ഇത്തിഹാദുൽ കൽബാന്ന് പോലും. നായനെ പോറ്റി വളർത്താൻ പറ്റുമോ ഇല്ലേ, അതെല്ലാം പ്രത്യേകം ബാബിട്ടിട്ട് പഠിക്കണമെന്ന്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്, ഒരു മസലല്ല. അത് അതാതിൻ്റെ ബാബിൽ വരും. അൽ മുസല്ലി ബി ഹാദൽ മായി ഹൽ യുഈദു. നായ മുട്ടിയതായ വെള്ളം ഉപയോഗിച്ച് ഒരുത്തൻ നമസ്കരിച്ചു പോയി, എന്നാൽ നിസ്കാരം മാറ്റണോ വേണ്ടയോ, അതൊരു ചർച്ച പറ. പിന്നെ പന്നിക്കും ഇതേ വിധിയാണോ അല്ലേ? അല്ല പന്നിയിൽ ഇളവുണ്ടോ? നായനെ കാണാൻ അധികമാണോ പന്നി? അല്ല താഴെയാണോ? അല്ല ഒരുപോലെയാണോ? ആ ചർച്ച പഠിക്കണം. മാലിക്കുൽ വുജൂബൽ ഗസ്ലി, മാലിക്കി മദ്ഹബുകാർ ലൈഫാക്കി അവരുടെ പേരിൽ വുജൂബ് എന്ന് പറഞ്ഞത്. എന്നിട്ടോ വല്ലത ഫഖത്ത് എന്താണ്? സുന്നത്ത്. അത് പറയുന്നുണ്ട്. പിന്നെ അബൂ ഹുറൈറൻ്റെ ഹദീസിലെ നബി തങ്ങളെ തൊട്ട് യൂസലുൽ ഇനാഉ മിൻ ബുലൂഗിൽ കൽബി 3 ഔ 5 ഔ 7. ഹനഫിക്കാർ കാട്ടി, മനുഷ്യ നായി തൊട്ടാൽ 3 വട്ടം കഴുകിക്കോ, 5 വേണമെന്ന് കണ്ട 5 ആക്കിക്കോ, 7 വേണമെങ്കിൽ 7 ആക്കിക്കോ. അത് ഒറ്റപ്പെട്ട ഹദീസാന്ന് പോലും അത് സ്വീകരിക്കാൻ പറ്റില്ല. മെത്തവതല്ല തഫറദ ബിഹി അബ്ദുൽ വഹാബ്. അല്ല അബ്ദുൽ വഹാബ് എന്നവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ആ റിവായത്ത് സഹിയല്ല. പിന്നെ പൂച്ചൻ്റെ ബാക്കി, അതോ പൂച്ച കുടിച്ച ബാക്കി ഇത്തഫഖൽ ഉലമാ വലാ തഹാർത്തി സൂരിയ എന്താണ്? ശുദ്ധിയാണ്. അബൂ ഹനീഫ ഇമാം മക്റൂഹ് ആക്കിയിട്ടുണ്ട് പൂച്ച കുടിച്ച ബാക്കി ഉപയോഗിക്കൽ ഇല്ലേ? ഇനി വേറൊരു മസല, പൂച്ച നജാസത്ത് തിന്നു. അങ്ങനെ ഫവലഗത്ത് ഫമാസാബത്തുഹു നജാസത്തുൻ. നജാസത്തുണ്ട് പൂച്ചൻ്റെ വായിൽ. പൂച്ച നജസ് വഹിച്ചിരുന്നു, നജാസത്തിൽ മുഖം കുത്തി. പിന്നെ വന്നിട്ട് എന്താക്കി?
എന്നാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൂച്ച നജസ് തിന്നുന്ന കണ്ടിരുന്നു നമ്മൾ. അതേസമയത്ത് ശുദ്ധവെള്ളത്തിൽ മുഖവും കുത്തി നാവിട്ട് കുടിച്ച്. എന്നാൽ ഈ വെള്ളത്തെപ്പറ്റി എന്താ തീരുമാനമെടുക്കേണ്ടത്? ഉത്തരം പറയും. ഫൈൻ ഖാബത്ത് സമനൻ സുമ്മ ബലഗ. പൂച്ച എവിടെ നിന്നെങ്കിലും ഈ നജാസത്ത് നീങ്ങാൻ മാത്രം സമയം മാറി നിന്നിട്ടുണ്ട്, വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഈ നജാസത്ത് നീങ്ങിയിട്ട് വായ ശുദ്ധമാകാൻ സാധ്യത ഉണ്ട് എങ്കിൽ ഈ മുഖം കുത്തിയ ഈ വെള്ളം തന്നെ. അതേസമയത്ത് നേരെ ആ നജാസത്ത് നിന്നിട്ട് എന്താക്കി? എന്നാല് അതുപോലെ പൂച്ച പിടിമൃഗമാണോ അല്ലയോ എന്നതും ചർച്ച ചെയ്ത് പഠിക്കേണ്ടത്.